ഹലോ ഗൈസ്, ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ നമ്മളിന്ന് കയാക്കിങ്ങിന് വന്നിട്ടുണ്ട്. ലൈഫിൽ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ടതാണ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുപോയ കമ്പനിയുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇട്ടേക്കാം. എന്തായാലും നമ്മൾ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഇട്ട് റെഡി ആയിട്ടുണ്ട്. കൊണ്ടുപോകാൻ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മുമ്മയൊക്കെ ആണെങ്കിൽ ജാക്കറ്റ് ഇട്ടപ്പം പ്രായം നല്ല രീതിയിൽ കുറഞ്ഞ പോലെയുണ്ട്, കൊച്ചു പിള്ളേരെ പോലെയായി. കയാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വള്ളത്തിലാണ് പോണത്. എന്ന് വെച്ചാൽ അമ്മുമ്മയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വള്ളത്തിൽ പോകാമെന്ന് വിചാരിച്ച് വള്ളത്തിൽ കയറിയതിന് ശേഷം ഫുൾ എല്ലാവരും ഓണായിരുന്നു. പിന്നെ അങ്ങോട്ട് പങ്കായം കണ്ടപ്പോൾ എനിക്ക് തൊഴാൻ തോന്നിയപ്പോൾ ഞാൻ എടുത്ത് എന്തൊക്കെ കാണിച്ച്, പിന്നെ അവസാനം എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുതലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് നിർത്തി. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ മാത്രം ഹാപ്പി ആയ ദിവസമല്ല ഇന്ന്, ഞങ്ങളെല്ലാവരും ഹാപ്പി ആയ ദിവസമാണ്. ഇതാണ് കണ്ടല്. ഇതിന്റെ പേര് കണ്ടൽ. ഇത് നല്ല രീതി വളർന്നു നിൽക്കുമ്പോൾ ഇതിന്റെ പേര് കണ്ടൽ കാട്. അങ്ങനെ എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിഞ്ഞു. കുറെ കമ്പനികളുണ്ടമ്മ, ഓരോ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വരെ. ഇതിപ്പോ നമ്മൾ അവിടെ നിന്ന് വരുന്നതല്ല, നമ്മളിപ്പോ വന്നിടത്തുനിന്നല്ല. ഓരോ റിസോർട്ടുകളുണ്ട്. നീന്തൽ പഠിക്കാൻ പോയത്, നീന്താൻ പോയ വെറുതെ അല്ല. ഞാനും കൊണ്ടുപോട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ അടിച്ചിട്ടില്ല. ഞങ്ങളെ അല്ല എന്നാ നിന്നടുത്ത് അറിയാൻ ചെയ്യും. നമ്മളോണ്ട് അവിടെ വന്നിട്ടാണമ്മ ഇങ്ങോട്ട്. ശങ്കല്ലടാ അത്, അല്ല കക്കയെന്ന് പറഞ്ഞാൽ നമ്മള് സാധാ കായലൊന്നും അതിനടുത്ത് മറ്റേ പുഴുങ്ങിയിട്ട് അവിടെ വെളിയിൽ വെച്ചേക്കുള്ള, അതാണ് കക്ക. വെയിലുള്ള സമയത്താണ് നമ്മൾ പോയത്. അപ്പം നമ്മൾ വിചാരിച്ച് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ, പക്ഷെ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കുന്നതെന്ന് വിചാരിച്ച് എല്ലാവരും പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പക്ഷേ എനിക്ക് വേണ്ട കണ്ടൻറ്റാണ്, വീഡിയോ ആണ് ഞാൻ എടുത്തത്. വെയിലുള്ള സ്ഥലത്ത് നിന്ന് തണലുള്ള സ്ഥലത്തിലേക്ക് നമ്മൾ പോയി. അപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ എത്ര വെയിലുണ്ടെങ്കിലും നട്ടുച്ചയാണെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരും. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ആ ദൂരെ വല കാണുന്നതാണ്, കൊഞ്ചും കാര്യങ്ങളും കൃഷി ചെയ്യുന്ന സ്ഥലമാണത്. അതെല്ലാം കണ്ടുകൊണ്ടിരിക്കാനടുത്ത് അണ്ണന്മാരെ പാട്ട് തുടങ്ങി. പിന്നെ പിടിക്കാൻ തരട്ടെ അമ്മ വീടക്ക് ഒരടി കുന്നിന്മേൽ പാട്ടെല്ലാം കേട്ടുകൊണ്ട് നമ്മൾ കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെയായിരുന്നു പിന്നെ യാത്ര മൊത്തവും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ മുള്ളുമരത്തിലൊക്കെ തട്ടാൻ പോയി നമ്മളെ വള്ളം, പക്ഷെ ഒരു കുഴപ്പവും പറ്റാതെ നമ്മൾ അവിടെ നിന്നൊക്കെ ഊരിപ്പോന്ന് വന്ന്. രണ്ട് സ്ഥലം കിടക്കുന്നുണ്ടാ, നല്ല രീതി ഒന്ന് വീഡിയോ വേണ്ട. പാടാൻ വരമായി കിനാവിൻ പാൽമഴ പൊഴിയാ ടണൽ. ഇതിന്റെ പേരാണ് ടണൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഇവിടെ, പക്ഷെ നല്ല തണലും ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വേണമെങ്കിൽ അമ്മ പറഞ്ഞു. ഈ വന്നിരിക്കുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ നിന്നുള്ളതാണ്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ആൾക്കാർ വരുന്നുണ്ടെന്ന് ചേട്ടൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് സർപ്രൈസായിട്ട് കേക്ക് എടുത്ത് ഫ്രണ്ടിൽ വെച്ച് ഗൈസ്. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഒരുപാട് തവണ കേക്കുകൾ മുറിച്ചിട്ടുണ്ട് ഗൈസ്, പക്ഷേ ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരുന്നു. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്ന ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ട്സേർക്കും താങ്ക് യു. താങ്ക് യുവിൽ മാത്രം ഒതുക്കാൻ കഴിയില്ല. അമ്മക്ക് വെച്ചേക്കുന്നത് എന്താണ്? ഓക്കെ ഓക്കെ ഓക്കെ. കണ്ടൽക്കാടിൻ്റെ ഇടയിലുള്ള ബർത്ത്ഡേ പാർട്ടി അടിപൊളിയായിരുന്നു. എന്തായാലും ഇതൊരിക്കലും ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് മറക്കില്ല.
താങ്ക് യു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചേച്ചിയുടെ ഗിഫ്റ്റ് ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഗിഫ്റ്റ് എല്ലാം ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ കായലിൻ്റെ നടുക്കെത്തിയിട്ടുണ്ട് ഗൈസ്. അവസാനമായിട്ട് കായലിൻ്റെ നടുക്കെത്തിയപ്പോൾ നല്ല വിശപ്പ്. പിന്നെ കപ്പയും ചൂലയും കൂട്ടി നല്ല രീതിയിലൊന്ന് കഴിച്ച്. കായലിൻ്റെ നടുക്ക് വള്ളത്തിൽ ഫുഡ് കഴിക്കുന്ന ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ വിട്ടോ ഗൈസ്. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ കായലിലേക്ക് ഇറങ്ങി. കായലിൻ്റെ മധ്യമാണെങ്കിലും വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെയൊക്കെ അരയേരെ അത്രേ വെള്ളവും കാര്യങ്ങളും ഉള്ളൂ. പിന്നെ ജാക്കറ്റും കാര്യങ്ങളും ഇട്ടേക്കുന്നതുകൊണ്ട് സേഫ്റ്റിയാണ് ഫുള്ള്. കായലിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് കയറാനേ തോന്നിയിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു അടിപൊളിയായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. എന്തായാലും നമ്മൾ കായലിൽ നിന്നൊക്കെ കയറി തിരിച്ച് പോവുകയാണ്. ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.